ജെഫ്രി ഹിൻഡൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ മേഖലയിൽ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനും എഐയുടെ പിതാവ് എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ എഐ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനമായ ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്നിവയുടെ വികസനത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ നിർണായകമായിരുന്നു. 1947 ഇംഗ്ലണ്ടിൽ ജനിച്ച ഹിൻഡൻ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും എഡിൻബറ സർവകലാശാലയിൽ നിന്ന് PhDയും നേടിയിട്ടുണ്ട്. ഹിൻഡൻ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന സാങ്കേതിക ആശയത്തിന്റെ പ്രാരംഭകാലത്ത് തന്നെ അതിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. 1980കളിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം അത് കമ്പ്യൂട്ടറുകൾക്ക് സ്വയം പഠിക്കാൻ സഹായിക്കുന്ന ഒരു അടിസ്ഥാന സിദ്ധാന്തമായിട്ട് മാറി. ഡീപ്പ് ലേണിംഗ് സാങ്കേതികവിദ്യയെ ജനപ്രിയമാക്കാനും അത് വ്യാപകമായി ഉപയോഗിക്കുവാനും ഹിൻഡൻ നിർണായകമായ പങ്ക് വഹിച്ചു. ഈ സാങ്കേതികവിദ്യ ഇന്ന് മുഖച്ഛായ തിരിച്ചറിയൽ, സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ, ഭാഷാ പരിഭാഷ, വെർച്വൽ അസിസ്റ്റന്റുകൾ തുടങ്ങിയ പലയിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. 2012 ഹിൻഡൻ നയിച്ച ഗവേഷണ സംഘം ഇമേജ് നെറ്റ് ചലഞ്ച് ജയിച്ചതോടെ ഡീപ്പ് ലേണിംഗിന്റെ കഴിവുകൾ ലോകമറിയുകയും ഈ സാങ്കേതിക വിദ്യയ്ക്ക് വ്യാവസായിക നിലവാരത്തിലുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്തു. 2013 ഹിൻഡൻ ഗൂഗിളിൽ ചേർന്നു. അദ്ദേഹം ഗൂഗിളിന്റെ AI ഗവേഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ച് നിരവധി ആധുനിക AI മോഡലുകൾ വികസിപ്പിക്കുകയും അവ പ്രയോജനപ്രദമാക്കുകയും ചെയ്തു. പിന്നീട് AI സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ പലതും മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം കരുതിയെങ്കിലും അതിന്റെ അപകടങ്ങളും ബാധ്യതകളും കൂടുതൽ ഗൗരവമായി കാണണമെന്ന് മുന്നറിയിപ്പ് നൽകി. AI അനിയന്ത്രിതമായ വളർച്ച മനുഷ്യ സമൂഹത്തിന് ഭീഷണിയായേക്കാമെന്ന് അദ്ദേഹം 2023 ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ രാജി അന്ന് ടെക്നോളജിക്കൽ ലോകത്ത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. ഹിൻഡൻ തന്റെ രാജിക്ക് പിന്നിലെ പ്രധാന കാരണം എന്ന നിലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയുടെ അപകടങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. AI സൃഷ്ടിയിലുള്ള ന്യായീകരണങ്ങൾക്കും അതിന്റെ സാധ്യതകൾക്കും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അതിന്റെ അനിയന്ത്രിതമായ വളർച്ചയും അനുകൂലവും വിരുദ്ധവുമായ ഉപയോഗങ്ങൾ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുവാൻ തുടങ്ങി. AI പല തൊഴിൽ മേഖലയിലെയും മനുഷ്യരെ അപ്രസക്തമാക്കും. AI വഴി വ്യാജ വാർത്തകളും ദുരുപയോഗങ്ങളും അനായാസം പ്രചരിക്കും. സാങ്കേതിക വിദ്യ മനുഷ്യർക്കും അപ്പുറം വളരാനുള്ള ഒരു സാധ്യത അത് AI മുന്നോട്ട് വയ്ക്കുന്നു. രാജിക്കു ശേഷം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു പൊതുവായ മുന്നറിയിപ്പ് നൽകുകയാണ് എൻ്റെ ലക്ഷ്യം. AI അതിൻ്റെ ചുവടുവയ്പ്പുകൾ കുറയ്ക്കുന്നതിനും അതിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ നൽകണം. അടുത്ത 30 വർഷത്തിനുള്ളിൽ AI മനുഷ്യരാശിയെ തുടച്ചു നീക്കുമെന്നാണ് ഹിൻഡൻ മുന്നറിയിപ്പ് നൽകിയത്. AIയുടെ ആമുഖം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ChatGPT അതുവരെ മനുഷ്യന്റെ ഇമോഷൻസ് പോലും മനസ്സിലാക്കുന്ന വിധത്തിലുള്ളതാണ്. അതിന് മനുഷ്യനെ മറികടക്കാൻ അധികം സമയമൊന്നും വേണ്ട. AIയുടെ അപകട സാധ്യതകൾ അടുത്ത കാലത്ത് ക്രമാതീതം വർദ്ധിച്ചിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള AI ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ ബുദ്ധിയുള്ള ഒന്നിനെ കുറവ് ബുദ്ധിയുള്ള ഒന്ന് നിയന്ത്രിക്കുന്ന എത്ര ഉദാഹരണങ്ങളുണ്ട്. അമ്മയും കുഞ്ഞുമാണ് തനിക്കതിന് ആകെ അറിയാവുന്ന ഉദാഹരണം. പരിണാമം അമ്മയെക്കാളും കുഞ്ഞിനെ ബുദ്ധിമാനാക്കും. അമ്മയെ നിയന്ത്രിക്കുന്ന വിധത്തിൽ കുഞ്ഞിനെ പരുവപ്പെടുത്തും. ഇത്രയും വേഗത്തിലുള്ള ഒരു പുരോഗതി അത് താൻ പ്രതീക്ഷിച്ചില്ല. ഇത് നേരത്തെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹിൻഡൻ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൃഷ്ടാവ് തന്നെ അതിന്റെ അപകട സാധ്യതകൾ ഈ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ഇനി വരുന്ന തലമുറകൾ മാതാപിതാക്കളെ പുറത്തിട്ട് പൂട്ടുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ അവരുടേതായ ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. മെല്ലെ മെല്ലെ അവരുടെ കളിച്ചിരികൾ പോലും ആർട്ടിഫിഷ്യലായി മാറിക്കൊണ്ടിരിക്കുന്നുവോ? AI വികസിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും മനുഷ്യന്റെ അന്തസ്സിന് മുൻതൂക്കം നൽകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരം ശക്തമായ സാങ്കേതിക വിദ്യ മനുഷ്യബന്ധങ്ങളെ വെറും അൽഗോരിതങ്ങളാക്കി മാറ്റുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യന്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അത് പ്രതീക്ഷയില്ലാത്ത ഒരു ഭാവിയിലേക്ക് മനുഷ്യരാശിയെ നയിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളിൽ ശരിയായ മനുഷ്യ നിയന്ത്രണത്തിനുള്ള ഇടം ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും വേണം. മനുഷ്യന്റെ അന്തസ്സ് തന്നെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ.